ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് കപ്പിൾസ്. അപ്പൊ എന്നത്തെ പോലെ ഇന്നും വളരെ രസകരമായിട്ടുള്ള ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് ഗൈസ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ ചലഞ്ച് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ് ആൻഡ് സ്പൈസി ഡൈസ് ചലഞ്ച്. അപ്പോ ഇന്നത്തെ ചലഞ്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐസ്ക്രീം ചോക്ലേറ്റ് വെച്ചിട്ടാണ്. അരുൺ ഐസ്ക്രീമിന്റെ 30 ചോക്ലേറ്റുകൾ നമ്മൾ നിരത്തി വെക്കും. എന്നിട്ട് നമ്മുടെ ഡൈസ് വെച്ചിട്ട് നമ്മുടെ ടാബിൽ ഡൈസുകൾ മാറ്റിക്കൊണ്ടിരിക്കും. 1 മുതൽ 4 വരെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഭാഗ്യമുള്ളവർക്ക് കൂടുതൽ ഐസ്ക്രീം ചോക്ലേറ്റ് കഴിക്കാൻ കിട്ടും. അല്ല, നിർഭാഗ്യവശി കഴിഞ്ഞാൽ അവസാനം വരുന്ന ആൾക്കാണ് ഈ 8ന്റെ പണി വരുന്നത്. അവസാനം ലാസ്റ്റ് ആരെത്തുന്നുവോ അവർ ആ ചോക്ലേറ്റിന്റെ കൂടെ മുളകും കൂടെ കൂട്ടി തിന്നേണ്ടി വരും. അങ്ങനെയാണ് നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ചലഞ്ച് വരുന്നത്. അപ്പൊ ആർക്കാണ് ഇന്നത്തെ 8ന്റെ പണി വരുന്നത് നമുക്ക് നോക്കാം. എനിവേ, അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നമ്മുടെ ചലഞ്ചിലോട്ട് പോകാം. സോ ലെറ്റ്സ് ഗോ. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ചലഞ്ചിലോട്ട് തുടങ്ങാം. അപ്പോൾ അതെ 30 ചോക്ലേറ്റ് ഐസ്ക്രീം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിന്നർക്കുള്ള പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആർക്ക് കൂടുതൽ തിന്നാൻ കിട്ടുന്നുവോ അവർക്ക് ഇന്ന് ലക്കാണ്. 2 പേർക്കും ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഐസ്ക്രീമിൽ ഒന്നാണ് കേട്ടോ അരുൺ ഐസ്ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് ആർക്കാണ് ഭാഗ്യം കിട്ടുന്നത്, ആർക്കാണ് ഇന്ന് ഈ കാണുന്ന മുതലിനെ കൂട്ടി ഐസ്ക്രീം തിന്നാനുള്ള ഭാഗ്യം കിട്ടുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ വിന്നർക്ക് ഇത് തിന്നുന്നതന്നെയല്ലേ? യെസ്, കാരണം വിന്നർക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ ചോക്ലേറ്റ് ആര് തിന്നാൻ കിട്ടുന്നുവോ അവരാണ് വിജയി. ആരാണ് 8ന്റെ പണി മേടിക്കുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ തുടങ്ങാല്ലേ? യെസ്. അപ്പൊ ആരാണ് ആദ്യം ഡൈസ് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ ലേഡീസ് ഫസ്റ്റ് എന്നാണ്. അപ്പൊ നീ തന്നെ ചെയ്തു. എന്ത് ചെയ്യുന്നു? അപ്പൊ അതെ നമ്മുടെ ജ്യൂസ് ചലഞ്ചത്തെ പോലെ തന്നെ കട്ട സപ്പോർട്ട് നിങ്ങളുടെ ഉണ്ടായിരിക്കണം. ഞാൻ തുടങ്ങട്ടെ. അപ്പൊ നിങ്ങൾ പറയണത് ഈ മുളകും കൂട്ടി ഞാൻ തിന്നേണ്ടി വരും എന്നാണ്? അതൊക്കെ വിധിയാണ്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ച് നിന്നെ ഞാൻ കറിയിലൊക്കെ ഇടാറുണ്ട്. അതുകൊണ്ട് നീ എന്നെ കാക്കണം. ദേ നിന്നെ ഞാനിവിടെ എപ്പോഴും കൂട്ടുകൂടാറുള്ളതാണ്. ഇന്ന് ഇങ്ങേരുടെ കൂടെ കൂട്ടുകൂടി പൊയ്ക്കോളാം അങ്ങോട്ട്, കേട്ടല്ലോ? അപ്പൊ ഞാൻ ഡൈസ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോട് കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയ്യോ, ആദ്യം 1 കിട്ടിയിരിക്കുന്നത്. ഒരു ചോക്ലേറ്റ് എനിക്ക് തിന്നാം. ഈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചോക്ലേറ്റ്. 5 രൂപയുള്ളൂ കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ ചെയ്യട്ടാ? ഓക്കെ. 3 പൊളിച്ച് 3ലാണ് തുടങ്ങിയിരിക്കുന്നത് ഗൈസ്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താ ഒരു ധൃതി തിന്നാൻ. ഓ, താലി വീയട്ടെ. ഒരുമാതിരി തമാശ കളിക്കരുത് എൻ്റെ അടുത്ത്. ചതിയാണ്, കൊടും ചതി. അവിടെ 6 പോയി, ഇവിടെ എനിക്ക് 2 ആയിട്ടുള്ളൂ. നിങ്ങളൊന്ന് ഇരുത്തി പ്രാർത്ഥിക്കുക. അടുത്തത് എനിക്ക് 4 വീഴാൻ, എങ്കിലേ ഇത് ബാലൻസ് ആവുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കോട്ടൻ ക്യാൻഡി. പണ്ടുള്ളവർ പറയുന്നത് കയ്യൊക്കെയുള്ളൂ കായ്ക്കാതെ വന്ന അവസ്ഥയാണ്. ഓക്കെ, ഞാൻ ചെയ്യല്ലേ?
ഇതിനകത്തല്ല കാര്യം, അവസാനത്തിലാണ്. എനിക്ക് കിട്ടാതിരിക്കട്ടെ റബ്ബേ. ഞാൻ ഓ, അപ്പൊ ഞാൻ നെക്സ്റ്റ് ചെയ്യാം. അടുത്ത 2-4 കൂടെ കിട്ടിയ ഞാൻ രക്ഷപ്പെട്ടു. അത് കെട്ടണ്ടേ? 1 കാരണം ഇവിടുത്തെ ഹ്യൂമിഡിറ്റി ആണ് ഇത് അലിഞ്ഞു തുടങ്ങി. അലിയാൻ തുടങ്ങി കേട്ടോ. 2 അല്ലാ. 3. അപ്പൊ ഇനി എനിക്ക് തട്ടാലോ. 2. നീ ഇവിടെ പോയാലും നഖമില്ലാത്തതിന്റെ പ്രശ്നം. നാഗമൊന്നും വേണ്ട, അത് പൊട്ടിക്കുന്ന രീതിയിൽ അങ്ങ് പൊട്ടിച്ചാൽ അതില്ല. അത് അലിഞ്ഞ് തുടങ്ങിയത്. ഞാൻ ഇടാല്ലേ? മാഷാ അല്ലാഹ്. പട്ടെ വീണ്ടും 3. എന്താണ് ആർക്ക് കിട്ടി? എനിക്ക് കേട്ടാ ഇതിനകത്തല്ലേ അതേപോലെ പെട്ടെന്ന് അലിഞ്ഞു തുടങ്ങി കേട്ടോ. എൻ്റെ എവിടെയൊക്കെ ആയില്ലേ? അത് കുഴപ്പമില്ല, ഐസ്ക്രീം അല്ലേ കഴിച്ചിരിക്കുന്നത്. 2 പേര് അറിയട്ടെ. ഐസ്ക്രീം ആണ്. യാ, ഞാൻ സഹായിക്കാം ചേട്ടാ. ഇതാരെ മനസ്സിൽ ദേഷ്യമുള്ള ഐസ്ക്രീം ഫുള്ള് ഞാനാണല്ലോ കഴിക്കുന്നത്. എനിക്ക് വേറെ ഇത് കഴിഞ്ഞിട്ട് മേടിച്ചു തരാം. എനിവേ ഞാൻ തട്ടട്ടെ. ആലി അത് അലിഞ്ഞു തുടങ്ങിയണ്ട. ഈ കോട്ടൺ ക്യാൻഡിയാണ് ആദ്യം അലിയുന്നത് കേട്ടോ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കോട്ടൺ ക്യാൻഡി. പൊളി സാധനം എന്ന് വെച്ചാൽ പൊളി സാധനം. പെട്ടെന്നാവട്ടെ, മുളവിൻ്റെ അടുത്തടുത്ത് വരുന്നേ. തട്ടിക്കോ. ഇല്ലല്ല, തട്ടൂല. ഒരാളെ കഴിഞ്ഞിട്ട് അടുത്ത തട്ടുള്ളൂ. നമുക്ക് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. അടുത്ത ചെയ്യാണ് ഗൈസ്. എന്തൊക്കെ കാണണം റബ്ബേ ബദരീകളെ. അവസാനം ഒന്ന് വീണാ നീ രക്ഷപ്പെട്ട്.
1 2 3 4 5 6 7 8 9 10 11 12 എനിക്ക് തിന്നാൻ കിട്ടും. ഇപ്പൊ വലിയ വ്യത്യാസം. പണ്ടുള്ളവർ പറയണമെങ്കിൽ ബിരിയാണി കഴിക്കണമെങ്കിൽ കാല് തറയിട്ടു കൈ തറയിലിട്ട് കുരയ്ക്കണമെന്ന് പറഞ്ഞ എനിക്ക്. ഇതൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കേട്ടോ. ടിഷ്യൂ കൊണ്ടുവന്ന് വയ്ക്കാനുള്ളതായിരുന്നു, അത് ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങൾ തേക്കട്ടാ. ഓ മതി, ആസ്വദിച്ച് കഴിക്കാനില്ല. പിന്നെ നോക്കാം, അതങ്ങോട്ട് ചെയ്യ്. ഒന്ന് വീഴാതിരിക്കട്ടെ. കുഴപ്പമില്ല, രണ്ടാണ് വീണിരിക്കുന്നത്. ഒന്ന് വീഴുമ്പോഴാണ് അത് എടുത്ത് തിന്നാനുള്ളത്. നിങ്ങളാണ് അവസാന ഡൈസ്. അല്ല അങ്ങനല്ല, എങ്ങനെയാ നീ ഇപ്പൊ ഡൈസ് ചെയ്താ? ഡൈസ് ചെയ്തോ? ഡൈസ് ചെയ്തപ്പോ രണ്ടാണ് വന്നത്. ഒന്ന് മുളക്, ഒന്ന് അങ്ങനെയാണ് കളി. ഓളത്തിന്റെ ഓളം പുട്ടേച്ചോളോ. ഞാൻ ഇത് തിന്നണോ? ഒന്നും മാത്രല്ല, രണ്ടും കൂടെ കൂട്ടി കഴിച്ച് തിന്ന്. ഇതിന് ചെറിയ മുളകുണ്ട്, അതെടുക്കാം. ചെറുതെടുത്തോ. വേണ്ട വേണ്ട. നമ്മൾ പണി കിട്ടണമെന്നല്ലേ ഉള്ളു. ചോക്ലേറ്റിന് നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടും കൂടെ ഭയങ്കര മിശ്രിതമാണ്. ഇത് കഴിച്ചാൽ നീ ഡെയിലി ഓരോന്ന് വെച്ചായിരിക്കും, രാവിലെ രാത്രി. അത് നീ മുളക് വായിലിട്, അതാണ് വൃത്തി. പെട്ടെന്നായിട്ട് അത് അലിഞ്ഞു പോണ്. എങ്ങനെയുണ്ട്? എന്തൊരു സാധനം. ഞാനാണ് ഇപ്രാവശ്യം ഓളാണ് കണ്ടുപിടിച്ച ഐഡിയത്. ഓള് തന്നെ പണി എന്ന് മേടിച്ചു. എപ്പോഴും ഓള് തന്നെ 8ന്റെ പണി കൊണ്ടൊരു ഓള് തന്നെ മേടിക്കും ആ പണി. ഹാപ്പി ആയിട്ട്. ഇതാണ് പറയുന്നത്, താൻ തന്നെ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അപ്പൊ എനിവേ നമ്മൾ രസകരമായിട്ടുള്ള ചലഞ്ച് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കും ഗൈസ്. നമുക്ക് കൈയെല്ലാം വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ഞങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മുടെ അടിപൊളി ചലഞ്ച് നല്ല കിടിലനായിട്ട് അവസാനിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു ചലഞ്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ഹൈപ്പ് ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് വിടുക. അപ്പൊ ഇനി ഇതിനും അടിപൊളി രസകരമായിട്ടുള്ള ചലഞ്ച് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും This is Food Addy Couple signing off.